നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പാനിക് ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. പാനിക് ഡിസോർഡറും പാനിക് അറ്റാക്സും രണ്ടും രണ്ടാണ്. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന തീവ്രമായിട്ടുള്ള ഒരു ആൻസൈറ്റി that triggers physical reactions in our body to a perceived threat. ആ ആൻസൈറ്റി അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും അതൊരു ത്രെറ്റ് ആയിട്ട് പെർസീവ് ചെയ്യപ്പെടുന്നത്. where there is no actual danger. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ആ ഒരു സ്ട്രെസ് വരുമ്പോൾ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്ന ആ കണ്ടീഷനാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പാനിക് അറ്റാക്സും ആൻസൈറ്റി അറ്റാക്സും രണ്ടും രണ്ടാണ്. ആൻസൈറ്റി അറ്റാക്സ് എന്ന് പറയുമ്പോൾ പാനിക് അറ്റാക്കിന്റെ അത്രയും സിവിയർ അല്ല, ഇതിന്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. മൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത്രയും സിവിയർ അല്ല, പക്ഷെ അത് വളരെ ഗ്രാജുവലി ആണ് ഒക്കോർ ചെയ്യുന്നതും അത് അധികം നേരം നീണ്ടു നിൽക്കുന്നില്ല. പാനിക് അറ്റാക്ക് അതേസമയം വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ഇറ്റ് ലാസ്റ്റ് ഫോർ ടു ലോങ്, അതായത് ഒരു 15 to 30 മിനിറ്റ്സോളം, ചിലവരിൽ ഒരു 1 hour ഇതിന്റെ ഒരു എഫക്റ്റ് അനുഭവപ്പെടാൻ പറ്റും. അപ്പൊ അതാണ് പാനിക് അറ്റാക്കും ആൻസൈറ്റി അറ്റാക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പാനിക് അറ്റാക്സിന്റെ ഈ ഒരു എപ്പിസോഡ് അത് ഫ്രീക്വന്റ് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം വരുമ്പോഴാണ് നമ്മൾ അതിനെ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. പാനിക് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ലക്ഷണങ്ങളും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. കോഗ്നിറ്റീവ് സിംറ്റംസ് ഉണ്ട്, ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, ബിഹേവിയറൽ സിംറ്റംസ് ഉണ്ട്. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ കാണുന്ന ലക്ഷണങ്ങൾ, അതായത് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പൊ ഹാർട്ട് റേറ്റ് കൂടുന്നു, പാൽപിറ്റേഷൻസ് അനുഭവപ്പെടുക, ബ്രെത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, അതേപോലെ ഷെയ്ക്കിങ്, ഷിവറിങ്, സ്വെറ്റിംഗ് ഉണ്ടാവും, ചോക്കിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും, തൊണ്ടയിൽ ബുദ്ധിമുട്ടുകൾ വരും, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, തല കറങ്ങുന്ന പോലെ, ഛർദ്ദിക്കാൻ വരുന്ന പോലെ, അബ്ഡോമിനൽ ഡിസ്ട്രസ് ഉണ്ടാവും, മരവിപ്പ് അനുഭവപ്പെടും ശരീരത്തിലുടനീളം, അതേപോലെ തുടർച്ചയുള്ള കരച്ചില് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ശരീരം കാണിക്കും. കോഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇന്റൻസ് ആയിട്ടുള്ള ഫിയർ തന്നെയാണ്. അത് പിന്നീടുള്ള സമയങ്ങളിലും ഈ ഒരു പേടി അവരെ ഭയങ്കരമായിട്ട് അലട്ടും. ഡിസോസിയേഷൻ ഉണ്ടാവും ചില പേഷ്യൻസിൽ, ഒരു ഡീപേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഡീറിയലൈസേഷൻ എന്ന് പറയും, ഡിറ്റാച്ച്ഡ് ആവുന്ന ഒരു ഫീലിംഗ്, അവരുടെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റി ആ ഒരു പെട്ടെന്ന് ഈ ഒരു ലോകത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന പോലുള്ള ഒരു ഫീലിംഗ് വരാം. പിന്നെ മെമ്മറൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, റീകോൾ ചെയ്യുന്നതിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ, റീസണിങ്ങിൽ വരുന്ന ബുദ്ധിമുട്ടൊക്കെ അവരിൽ ഉണ്ടാവാനുള്ള കൊഗ്നിഷൻ ആണല്ലോ, അപ്പൊ തോട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം. ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ അവോയ്ഡ് ചെയ്യും അവർ ഈ ഒരു ടെൻഡൻസി, പേടി കാരണം ഇത്തരം സിറ്റുവേഷൻസ്, ഇത്തരം വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇത്തരം ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നത്, ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവരിൽ കൂടുതലായിട്ട് വരും. അതുപോലെ എപ്പോഴും ഹൈപ്പർ വിജിലന്റ് എന്ന് പറയുന്നത്, എപ്പോഴും ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ലക്ഷണങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും, എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എപ്പോഴും വിജിലന്റ് ആയിരിക്കും. അതേപോലെ സോഷ്യൽ വിഡ്രോവൽ, സോഷ്യൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അവരിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ കോസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ടും ജെനറ്റിക്സ്, ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരിൽ തന്നെ ആ ഒരു പേഴ്സണൽ ഹിസ്റ്ററി നോക്കുമ്പോൾ മുന്നേ ഇതുപോലുള്ള എപ്പിസോഡ്സ് അല്ലെങ്കിൽ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എൻവിറോൺമെന്റൽ റീസൺസ് ഒരു കാരണമാണ്. മറ്റ് സ്ട്രെസ്സുകൾ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്, ഫാമിലിയിലുള്ള സ്ട്രെസ്, ഫിനാൻഷ്യലി ആയിട്ടുള്ള സ്ട്രെസ്സുകളൊക്കെ ഒരു കാരണമാവാറുണ്ട്. ട്രോമ, മറ്റ് ഇപ്പൊ മുന്ന് ഉണ്ടായിട്ടുള്ള ആക്സിഡൻസ് അല്ലെങ്കിൽ അബ്യൂസസ് ഒരു കാരണമാവാറുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിലുള്ള മറ്റ് ചേഞ്ചസ് ഒക്കെ, ബ്രെയിനിലെ കെമിക്കൽസിൽ വരുന്ന ചേഞ്ചസ്, അതേപോലെ ഹോർമോണൽ ചേഞ്ചസ്, ഇപ്പൊ വിമനിലാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സമയത്തും പ്യൂബർട്ടി സമയത്ത്, മെനോപോസിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഹോർമോണൽ ചേഞ്ചസ്, ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ്, സോഡിയം പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ്, അതേപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഒരു റീസൺ ആവാറുണ്ട്. പേഴ്സണാലിറ്റി ട്രീറ്റ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് അത് കൂടുന്ന, അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് അതൊരു പാനിക് ഡിസോർഡറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള എപ്പിസോഡ്സ് ഉണ്ടാവാൻ കാരണമായിട്ട് തീരുന്നത്. ആൻഡ് ഇത് കൂടുതലും ഡയഗ്നോസ് ചെയ്യുന്നത് ത്രൂ ടോക്കിംഗ് ആണ്, ഇന്റർവ്യൂ. മുന്നേ അവർക്ക് ഇതുപോലുള്ള എപ്പിസോഡ്സ് എത്ര തവണ ഉണ്ടായിട്ടുണ്ട്, എത്ര കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത്. പ്രിവേലൻസ് റേറ്റ് നോക്കുമ്പോൾ കമ്പാരിങ് ടു മെൻ ഇത് വുമണിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, മറ്റ് ഡിസീസസിന്റെ കൂടെ അല്ലെങ്കിൽ അതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള
സാധ്യതയുമുണ്ട്. ഇപ്പൊ കാർഡിയോവാസ്കുലർ ഡിസീസസ്, റെസ്പിറേറ്ററി ഡിസീസസ്, എപ്പിലെപ്സി പോലുള്ള ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇറിറ്റബിൾ ബowel സിൻഡ്രം അതൊക്കെ ആയിട്ട് മിസ്ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആൻസൈറ്റിയിലെ തന്നെ മറ്റ് ഡിസോർഡേഴ്സ്, ജനറൽ ആൻസൈറ്റി ഡിസോർഡർ, ഫോബിയ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഒക്കെ ആയിട്ട് മിസ്ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതിൽ ഏതാണ് ഡൊമിനന്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇത് ഇപ്പൊ ഒരു പാനിക് അറ്റാക്കിന്റെ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ലൈക്ക് ഫിയർ തന്നെയാണ് മെയിൻ ആയിട്ടും. അത്തരമുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. ഫോബിയ ആയിട്ട് മാറും ചിലപ്പോൾ ഈ ഒരു പേടി. ക്ലോസ്ട്രോഫോബിയ, അഗോറഫോബിയ, പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള ഒരു ബുദ്ധിമുട്ട്, സോഷ്യൽ ആൻസൈറ്റി ഒക്കെ അവര് ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഇറിറ്റേഷൻ, ഒരു സൗണ്ട് കേൾക്കുമ്പോൾ പോലും ഇറിറ്റേറ്റഡ് ആവുക, ഓഡിറ്ററി സെൻസിറ്റിവിറ്റി, ലൈറ്റ് സെൻസിറ്റിവിറ്റി ഒക്കെ ഇത്തരം വ്യക്തികളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻലി തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന CBT തെറാപ്പിയാണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതുപോലെ തന്നെ എക്സ്പോഷർ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട് വിത്ത് റിലാക്സേഷൻ ടെക്നിക്സ്, ബ്രീത്തിങ് മെഡിറ്റേഷൻ പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ അവിടെ കാമാക്കി പതിയെ പതിയെ ഈ ഒരു ആൻസൈറ്റിയുടെ സിംറ്റംസ് അല്ലെങ്കിൽ പാനിക് ഉണ്ടാവുന്ന അതിന്റെ ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സിവിയർ ആയിട്ടുള്ള കേസസിൽ മെഡിസിൻസിന്റെ ആവശ്യം വരും. SSRIs, SNRIs പോലുള്ള മെഡിക്കേഷൻസും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. താങ്ക് യു.